ഇപ്പം നമ്മൾ ഇത്രയും വർഷത്തെ കാര്യങ്ങൾ പറയുമ്പം ചേച്ചി മമ്മൂക്കയുടെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയും സുരേഷ് ഏട്ടൻ്റെ കൂടെയും ദിലീപ് ഏട്ടൻ്റെ കൂടെയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം എങ്ങനെയാണ് ചേച്ചി ഇവർ അടുത്ത തലമുറയുടെ കൂടെയുള്ള ഒരു ശ്രീനേട്ടന്റെ കൂടെ അഭിനയിച്ചു. ശ്രീനേട്ടൻ്റെ കൂടെ അഭിനയിച്ചു, ധ്യാനിന്റെ കൂടെ, ധ്യാന്റെ കൂടെയും പ്രകാശൻ പരക്കട്ടെ എഴുതി, പിന്നെ ധ്യാന്റെ ചേട്ടന്റെ കൂടെയും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ചേച്ചി ഈ രണ്ട് തലമുറയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? അങ്ങനെയല്ല, വ്യത്യാസം അത് നമ്മൾ കുറച്ചുകൂടെ ബഹുമാനത്തോടു കൂടി അല്ലേ? അതെ അതെ അതെ, അങ്ങനെയല്ല. അപ്പൊ അവരുടെ കൂടെ അഭിനയിക്കുമ്പോ നമുക്കൊരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. ഇവര് പിള്ളേരുടെ കൂടെ അഭിനയിക്കുമ്പോ നമുക്ക് ആ ഒരു അല്ലെ ഒരു കുട്ടികൾ എന്നുള്ള ഒരു ഇതുണ്ടാവും. അപ്പൊ ഒരു പേടി, അത്രയും പേടിയില്ല. മമ്മൂക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എപ്പോഴും ചേച്ചിക്ക് ഒരു സപ്പോർട്ടും പിന്നെ ഉപ്പുമുളകൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയുന്നതൊക്കെ അല്ലേ? അപ്പുറത്തൊക്കെ വരുമ്പോ ഞങ്ങളെയൊക്കെ അങ്ങോട്ട് വിളിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ടിനൊക്കെ വേണ്ടി. അല്ലല്ല, അപ്പുറം ഷൂട്ടിന് വരുമല്ലോ, അപ്പുറത്തെ ബിൽഡിങ്ങിൽ. അപ്പൊ നമ്മളിപ്പുറം ഇതിന്റെ ഷൂട്ടുകളൊക്കെ ആയിരിക്കും. അപ്പൊ ഞങ്ങളെ അങ്ങോട്ട് പോയി കാണലും അല്ലെങ്കിൽ ഞങ്ങളെ വിളിപ്പിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്, ഉപ്പുമുളക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ശ്രദ്ധിക്കും. നമുക്ക് ഇത്രയും തിരക്ക് പിടിച്ച സമയത്താണെങ്കിലും എല്ലാ ടിവിയിലെ സാധനങ്ങളും കാണും, എല്ലാ ചാനലിലും എല്ലാ പ്രോഗ്രാംസും അറിയാന്നുള്ളതാണ്. അതായത് കാലത്തിനൊത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതൊരു വല്ലാത്തൊരു പ്രതിഭാസം തന്നെയാണ്. ഇങ്ങനെ ആ ഒരു ജനറേഷന്റെ പണ്ടത്തെ ആക്ടിങ്ങിൽ നിന്ന് പുള്ളി മാറി ഭയങ്കരമായിട്ട്. അന്ന് ആ ഒരു കാലഘട്ടത്തിന്റെ രീതിയിലായിരുന്നു. ഇന്ന് ഇപ്പോഴത്തെ ആ യൂത്തിന്റെ ഒരു സ്റ്റൈലിലേക്ക് ആള് ആക്ടിങ് വരെ മാറി എന്നുള്ളതാണ്. മൊത്തത്തിൽ സ്റ്റൈലും എല്ലാം ശരിക്കും നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു നടൻ തന്നെയാണ് അല്ലേ? എത്ര നമ്മൾ പുകഴ്ത്തിയാലും പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കൊക്കെ ഒരു വലിയേട്ടൻ ഫീൽ ആയിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് കൂടെ അഭിനയിക്കുമ്പോഴൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എല്ലാവരും പറയാറുണ്ട് മമ്മൂക്ക വരുമ്പോ തന്നെ സെറ്റൊക്കെ ഒന്ന് സൈലന്റ് ആവും, സെറ്റൊക്കെ ഒന്ന്. അതാണ്, അത് കറക്റ്റ് ആണ്. എല്ലാവരും ഭയങ്കര ശബ്ദമാവും, ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. അത് സ്നേഹം കൊണ്ടുള്ളൊരു. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല പുള്ളി അങ്ങനെ ഒരു ദേഷ്യം എന്നുള്ളത്. എനിക്ക് അതങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. എല്ലാവരോടും എല്ലാവരും കെയറിങ് ആണ് അല്ലേ? എല്ലാവരും കെയർ ചെയ്യുന്നുണ്ട് പുള്ളി. ഒരാളെ പോലും ഒരു സെറ്റിലുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആളെയാണെങ്കിലും കെയർ ചെയ്യുന്നുണ്ട്. അതൊരു നല്ല മനസ്സാണ്, അതിൻ്റെയാണത്.